വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിന്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കും. പക്ഷെ ഈ റിസൾട്ട് കൂടി കണ്ടപ്പോൾ 100 തന്നെ കണ്ടിങ്ങാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് തന്നെ വിളിച്ചെന്നാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് തോന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കണേ. അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റേം കൊണ്ട് ഇപ്പോൾ ടൈം 8:30 അങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല, ആകെ വെള്ളം കുടിച്ച് ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഭയങ്കരമായി തിരക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കണം. അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തെന്നാണ് ഒന്നുകൂടി. അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന നിലക്കാണ്. യഥാർത്ഥത്തിൽ ടി ഫാമിലിയിലെ ഷെമി എന്ന ഷെഫിയുടെ ഭാര്യ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു. പക്ഷേ ആ കുട്ടി അള്ളാഹുവിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകം വിട്ടുപോയി മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ വാർത്തയായിട്ടാണ് യൂട്യൂബർമാർ ഈ പരിശുദ്ധ റമദാനിൽ സമൂഹത്തിന് മുമ്പിൽ, ഇപ്പോൾ ഉദാഹരണം വിശാൽ മീഡിയ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ചിലർ നെട്ടലുളവാക്കിയിരിക്കുന്നു. നമുക്കൊക്കെ അറിയാം എത്ര സമൂഹത്തിന് ആവശ്യമുള്ള, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സമൂഹത്തിന് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സമം 1,00,000 ആൾ എന്ന് പറയുന്ന അത്രമാത്രം യോഗ്യതയുള്ള, നമ്മളൊക്കെ സാധാരണ 1,00,000 ആളുകൾ മരിച്ചു പോയാൽ പോലും അവിടെ ഉള്ള ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ ദുഃഖമുണ്ടാക്കുന്നു ചിലപ്പോൾ. ഇപ്പോൾ ഉദാഹരണം നമുക്കൊക്കെ അറിയാം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി മരണപ്പെട്ടു, അതല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഉന്നത ശ്രേണിയിലുള്ള ഒരു മതനേതാവ് മരണപ്പെട്ടു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെലിബ്രിറ്റി മരണപ്പെട്ടു. ഇപ്പോൾ നമ്മളൊക്കെ സിദ്ദീഖിൻ്റെ വേണ്ടത്ര ഒന്നും അറിയപ്പെടാതിരുന്ന ഒരു വൈകല്യമുള്ളവൻ മരണപ്പെട്ടപ്പോൾ പോലും അത് ലോകം മുഴുവൻ ചർച്ചയായി യഥാർത്ഥത്തിൽ, അല്ലേ? പക്ഷേ അതോടൊപ്പം എത്ര മരണങ്ങളാണ് വിസ്മൃതിയിലായിക്കൊണ്ട് പോകുന്നത്. നമ്മളാരും ആ മരണത്തെ ഓർക്കുന്നു പോലുമില്ല. എന്തുകൊണ്ടാണത്? അദ്ദേഹം സമൂഹത്തിലെ സെലിബ്രിറ്റി അല്ല, അറിയപ്പെടുന്ന ആളല്ല. നോക്കണം. എന്നാൽ അള്ളാഹു ആവട്ടെ, അവൻ്റെ നിയമം അടുത്തു വന്നാൽ തീർച്ചയായിട്ടും ഒരാളോടും എന്ത് ചെയ്യില്ല? കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ഹാലിമിൽ ഗൈബി വശഹാദ. അള്ളാഹു അവൻ്റെ വേണ്ടുക വെച്ചാൽ, വിധി വെച്ചാൽ, അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ പറയുക, എന്താണ് മരണം എന്ന് പറയുന്നത്? കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങളെ വേർപെടുത്തുകയാണത്. ഇനി നിങ്ങൾ ഒരിക്കലും ഒരു ഗൾഫിലേക്ക് പോവുകയല്ല ഒരു മരണം, അല്ലെങ്കിൽ ഒരു മരണമെന്ന് പറയുന്നത് വേറെ ഒരു റിട്ടേൺ ഇല്ലാത്ത, ഒരു തിരിച്ചുവരവില്ലാത്ത ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആലോചിച്ച് നോക്കൂ. ഈ സമയത്താണ് നമ്മളോട് ഉമൽ ഹയാത്ത ദുന്യ ഇല്ലാ മതാഹുൽ ഉറൂർ, വളരെ അർത്ഥസമ്പുഷ്ടമായ വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, പരിഭാഷ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അതിന് നമ്മുടെ സമൂഹം അതിന് മെനക്കെടുന്നു പോലുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ കിട്ടുന്ന നൈമിഷിക ലോകത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരിക്കലും മരണമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം. അള്ളാഹുവിൻ്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് വന്ന ദൈവദൂതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യുഹിബൂനൽ കുസൂറ വയൻസൗനൽ കുബൂർ. അതാണ് കബറുകളെ മറക്കുകയും കെട്ടിടങ്ങളോട് പ്രതിബദ്ധത വരികയും, അഥവാ കെട്ടിട നിർമ്മാണത്തിൽ ശക്തിമത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തോടുള്ള മനുഷ്യൻ്റെ അളവറ്റ ആഗ്രഹങ്ങൾ, ആ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ്റെ ആഗ്രഹങ്ങൾ വഴിയിൽ വെച്ച് അവസാനിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു മുതലാളി, ഇപ്പോൾ വേണ്ട നമ്മുടെ അറിയപ്പെടുന്ന യൂസഫ് അലി സാഹിബ് വരെ, അതോടൊപ്പം തന്നെ എന്താ പറയുക, വിഗാർഡ് ചെയർമാൻ, അതുപോലെ എത്രയോ ബിസിനസ്സുകാർ, അഥവാ അനുദിനം കോടാനുകോടി ഉറുപ്പിക കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ടാറ്റ മുതലാളി വഴിയിൽ മരിച്ച നിലയിൽ കണ്ടതായിട്ട് നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു ജുനൈദ് വ്ളോഗറും നമുക്കൊരു വലിയ വാർത്തയാണ്.
അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പത്രമെടുത്താൽ പ്രഭാതത്തിൽ നമുക്ക് വിളമ്പിത്തരുന്ന വാർത്തകളിൽ ഒന്നാണ് ഒരു ചരമകോളം എന്ന ഒരു വലിയ കോളം പത്രത്തിൽ. എന്തിനാണത്? എന്തിനാ യഥാർത്ഥത്തിൽ? അത് വളരെ കുറച്ച് ആളുകളുടെ മാത്രമാണ്. ബന്ധപ്പെട്ട ആളുകൾ വാർത്ത കൊടുത്ത്, ഏജന്റ് കൊടുത്ത്, കുടുംബങ്ങൾ കൊടുത്ത്, അതിനനുസരിച്ചുള്ള ഒരു പ്രാദേശിക മരണ വാർത്ത മാത്രമാണ് ആ ചരമകോളത്തിൽ കൊടുക്കുന്നത്. ഒരു വളരെ ചെറുതായിട്ട് നമുക്ക് ഇടം പിടിക്കാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് ആ ചരമകോളത്തിന് നമ്മുടേതാണോ ആയിരിക്കാം, തീർച്ചയായിട്ടും. ഇന്ന് വേറൊരാളുടേതാണെങ്കിൽ ആ ചരമകോളത്തിൽ വരാൻ പോകുന്നത് നാളെ ഒരു പക്ഷേ നമ്മുടെ പടമായിരിക്കാം, അല്ലെങ്കിൽ പടമില്ലെങ്കിൽ തന്നെ നമ്മുടെ മരണ. അങ്ങനെ സംഭവിക്കാം, ഒരിക്കലും പറയാൻ പറ്റില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലോ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര വലിയ സുരക്ഷിതത്വ സംവിധാനമുണ്ടെങ്കിലും, എത്ര സേഫ്റ്റി ആയിട്ടുള്ള ഒരു കോട്ടക്കകത്താണെങ്കിലും, അള്ളാഹുവിൻ്റെ നിയമം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണമുണ്ട്. ഒരു സെക്കൻഡ് പോലും എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡിന് കുറഞ്ഞ ഒരു അളവ് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു സെക്കൻഡിൻ്റെ 1000-ൽ 1 അംശം പോലും ആവശ്യമില്ല. അത്രമാത്രം മരണം നമ്മളോട് അടുത്താണ് എന്ന് നമ്മുടെ ലീഡർ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആഹ്ലാദിക്കുക. ശൂബു മജ്ലിസകുംബി ദിക്രി മുഖദ്ദറില്ലദാത്ത്. ഞാൻ ഈ വീഡിയോ ഇത്ര വിശദമായിട്ട് പറയുന്നത് ഇത് പരിശുദ്ധ റമദാനായതുകൊണ്ടാണ്. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുകയാണെങ്കിൽ അത് വലിയ ഗുണകരമാണ്. ഒരു മനുഷ്യൻ്റെ വാക്കുകൊണ്ട് എത്ര ആളുകൾ കമൻറ്റോളികൾ നെഗറ്റീവ് ഇട്ടാലും പരിഹസിച്ചാലും നിന്ദിച്ചാലും സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഹിദായത്തുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ നമ്മുടെ ഉപദേശം മതിയാകും. ഫദക്കിർ ഇന്നഫാത്തി ദിക്റ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ മനുഷ്യർക്ക് ഈ ഉണർത്തൽ എന്താവാം, ചിലപ്പോൾ അവർക്ക് മാറ്റം വരേക്കാം. തമ്മാടിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആലോചിച്ച് നോക്കൂ. ഒരു വഴിയിൽ നിന്ന് നടടിയുമെന്ന ചോദ്യത്തിന് അത് ഞാൻ നിർവഹിച്ചു തരാം എന്ന ആ ചില ആളുകൾക്ക് ഉണ്ടാകുമല്ലോ ഒരു വലിയ കട. കാരണം ഞാൻ വലിയൊരു പോക്കിരിയായിട്ട് അറിയപ്പെടണമെന്ന് സമൂഹത്തിൻ്റെ മുമ്പിലും അതുപോലെയുള്ള ഒരു തികഞ്ഞു തമ്മാടിയും ഒക്കെ ആയിരുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കണം, അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ ഒരാർത്തി കേട്ടേ ഉള്ളൂ. ആലോചിച്ച് നോക്ക്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്കാ എന്ന ഒരേ ഒരു വേർഡ് തൻ്റെ സഹോദരി പാരായണം ചെയ്യുന്നത് അദ്ദേഹം കേട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ജലധാരയായിട്ട് ഒഴുകുകയാണ്. ആലോചിച്ച് നോക്കണം. മുഹമ്മദിനെ വധിക്കാൻ വരുന്ന ആ ആൾ ചോദിക്കുന്ന ചോദ്യം പിന്നെ എന്താണ്? എവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണപ്പെടുക എന്നാണ്. നോക്കണം, ദാറുൽ അർക്കമിൻ്റെ വീടിനെക്കുറിച്ച് സഹോദരിയും അളിയനും പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകന്റെ അടുക്കൽ വന്നു വളരെ വിനയാന്വിതനായിട്ട്. നോക്കണം, എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലായിട്ടുള്ളവരെ എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരൂ. അങ്ങനെ 46-ാമത്തെ മുസ്ലിമായിട്ട്, അഥവാ 46-ാമത്തെ അംഗമേ അന്ന് ആയിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നു. ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കാണുന്ന സംഘടനകൾക്കൊക്കെ അതൊരു പാഠമാണ്. എന്താ കാരണം? ഇതാ ഉമർ വരുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹിയോട്, മദീനയിലെ ദാറുൽ അർക്കമിലെ ദുർബലരായ സ്വഹാബികൾ അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെയുള്ള, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള സ്വഹാബിമാർ അനുയായികൾ പറഞ്ഞു, ഈ പ്രവാചകരെ ഇങ്ങോട്ട് വരുന്നത് ഉമറാണ്. ഉമർ വരുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയും. അതുകൊണ്ട് ഞങ്ങൾ ഉമറിനെ ശരിയാക്കും. റസൂലുള്ളാഹി പറഞ്ഞു, വരട്ടെ. ഒന്നുകിൽ അയാൾ വരുന്നത് എന്നെ ഇല്ലാതാക്കാനാണ്. അത് അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നേർമാർഗം സ്വീകരിക്കാനാണ്. ആ നേർമാർഗത്തെ തടയാൻ ഒരു ദൈവദൂതന് എന്ത് അവകാശമാണുള്ളത്? അതുകൊണ്ട് തന്നെ എനിക്കു ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അതാണ് ആ പ്രവാചകൻ്റെ മൊഴിമുത്തുകളിലൂടെ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ വിശ്വാസികളുടെ എല്ലാമായ ആ പ്രവാചകൻ പറഞ്ഞു എന്ത്? തീർച്ചയായിട്ടും ഉമർ എനിക്കു ശേഷം ഒരു നബി വരുന്നു എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു. ആലോചിച്ച് നോക്കുക, ആ ഉമർ അത്രമാത്രമാണ്. ഇന്ന് നമ്മൾ കാട്ടിക്കൂട്ടുന്ന സ്നേഹമല്ല അത്. പ്രവാചകനോട് കാട്ടിക്കൂട്ടുന്ന സ്നേഹം അതല്ല. മഹാനായ തിരുമേനിയുടെ മരണം അറിഞ്ഞപ്പോൾ, വഫാത്ത് അറിഞ്ഞ വേളയിൽ ബോധം കെട്ട് നിലംപതിച്ച ആളാണ് ഈ വലിയ പോക്കിരി. ആലോചിച്ച് നോക്കണം. വളരെ ആഗ്രഹമുണ്ടായിരുന്നു ആ പ്രവാചകനോടിൻ്റെ
എന്താ പറയുക അനുഗാമിയായി മാത്രമല്ല ആ പ്രവാചകനോടൊപ്പം നിന്നുകൂടുന്നതിൽ എത്ര ആനന്ദിച്ച ആളാണ്. ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ രണ്ടു കാര്യങ്ങൾ അള്ളാഹു ഭൂമിയിൽ അദ്ദേഹത്തിന് സാധ്യമാക്കി കൊടുത്തു. ആലോചിച്ച് നോക്കണം. ഒന്ന്, ആ പ്രവാചകൻ്റെ ഇഷ്ടത്തിന് പാത്രമായി, അതുവഴി അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട ഔലിയാക്കളിൽ ഒരാളായി. അതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലെ പ്രവാചകൻ്റെ ഖബറിനടുത്ത് ഒരു ഖബറുണ്ടായി. നോക്കണം, ഒട്ടനേകം ആളുകളുണ്ട് പ്രവാചകൻ്റെ കുടുംബക്കാർ, അല്ലേ? അഹ്ലുബൈത്തിൽപ്പെട്ട ആരും തന്നെ പ്രവാചകൻ്റെ അടുത്ത് അന്തി ഉറങ്ങിയിട്ടില്ല. അത് ഈ രണ്ടു പേരാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ശത്രുത പുലർത്തിയിരുന്ന ആൾക്ക് ഹിദായത്ത് കിട്ടിയെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് വരണ്ട ഉമറെ, നീ വന്നാൽ വലിയ കുഴപ്പമാണ്, അല്ലേ? നമ്മുടെ സംഘടനക്കാരാണ് ഒരു നേർമാർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമുക്കിന്ന് തോന്നിയ ഇന്ന് പ്രധാനമായും ഇന്ന് കാണുന്ന ഏറ്റവും വളരെ ഞാൻ പറയുന്നത് സുന്നികളെ കുറ്റപ്പെടുത്തുന്നു എന്ന് ഈ റമദാനിൽ എന്നെ പരിഹസിക്കണ്ട, ഞാൻ അങ്ങനെ പറയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബിദ്അത്ത്, അതാണ് കുല്ല ബിദ്അത്തിൻ ദലാല, അനാചാരവും കൃത്രിമവുമായി നാം ഉണ്ടാക്കിയെടുക്കുന്ന ഒട്ടനേകം അന്ധവിശ്വാസങ്ങൾ, അതുവഴി പണമുണ്ടാക്കുക എന്ന് മാത്രമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആലോചിച്ച് നോക്കൂ. ഈ എനിക്ക് തോന്നും, അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് തോന്നും ഈ പ്രവാചകൻ മതത്തെ പൂർത്തിയാക്കാതെ പോയിട്ടുള്ള ആളാണ്, ഇപ്പോൾ പൂർത്തിയാക്കാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ പറയുന്ന വിദഗ്ധത്തുകാരാണെന്ന് തോന്നിപ്പോകും. നോക്കണം. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഒരു മരണം ദുഃഖമാണ്, അതോടൊപ്പം തന്നെ ജനനം അത്യധികം സന്തോഷവുമാണ്. അപ്പോൾ ആ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെട്ട ഒരു പ്രസവമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ടി ഫാമിലിയിലെ ഈ സെമി പ്രസവിക്കുന്നതിന് മുമ്പ് എത്ര പരിഹാസ്യമായിരുന്നു ആ പ്രവർത്തികൾ. അതിനും അവരുടെ ആരാധകർ നമുക്കെതിരെ അങ്ങേയറ്റം തെറി വിളിച്ചിട്ടുണ്ട്, ആരാധകർ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ സംബന്ധിച്ച് 2-3 വ്ളോഗുകൾ ചെയ്തിരുന്നു, വേറൊരു ലക്ഷ്യത്തിനല്ല. അവരെ നെഗറ്റീവായിട്ട് അവരെ ബോറടിപ്പിക്കുക, അവരുടെ സന്തോഷത്തിൽ മണ്ണുവാരിയിടുക, അവരുടെ എന്താ പറയുക സന്തോഷ ജീവിതത്തിൽ കട്ടുറുമ്പാവാൻ വന്നതൊന്നുമല്ല ഞാൻ. പക്ഷേ ഒരു വിശ്വാസിക്ക് എല്ലാത്തിനും പരിധിയുണ്ട്. അതോടൊപ്പം വ്ളോഗ് ചെയ്യുമ്പോൾ ധാരാളം കാണികൾ ഉണ്ടാവണം. അങ്ങനെ വന്നപ്പോൾ ധാരാളം പണം കിട്ടി തുടങ്ങി യൂട്യൂബിൽ നിന്ന്. ആ സമയത്ത് അവർ എന്ത് മലീമസമായ എന്ത് വൃത്തികേട് പറയാൻ അറക്കുന്ന, കേട്ടാൽ അറക്കുന്ന, കാണിക്കാൻ അറക്കുന്ന, അതൊക്കെ തന്നെ അവർക്ക് ലജ്ജ എന്ന് പറയുന്നത്. നോക്കണം, ശൈത്താൻ അവരിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതാണ് മഹാനായ ആദം നബി തങ്ങൾ ലജ്ജ നീങ്ങിയത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നോക്കണം, എന്താ കാരണം? വിലക്കപ്പെട്ട പഴത്തിൽ നിന്ന് ഭക്ഷിച്ചതോടുകൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിക്കപ്പെട്ട പ്രവർത്തനം ചെയ്തപ്പോൾ ആദ്യം സംഭവിച്ചത് അവിടെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു. പിശാച് ശൈത്താൻ തന്നെയാണ് അവരെ കൊണ്ട് അത് ചെയ്യിച്ചത് എന്നതുപോലെ നമ്മൾ ചരിത്രത്തിൽ, ഞാനിപ്പോൾ അത് പറയാൻ നേരമില്ല. അപ്പോൾ നഗ്നത കാണിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു അന്തസ്സിൻ്റെ കാലഘട്ടമാണ് ഇന്ന്. നോക്കണം, അതോടൊപ്പം പണ്ട് കാലത്ത് നഗ്നത കാണിക്കുക കുറച്ച് പ്രമാണിമാർ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊക്കെ എനിക്ക് പരിചയവും അറിവുമൊക്കെ ഉണ്ട്. പ്രമാണിമാരായ ആളുകൾ അവർ ഇവിടുത്തെ മദ്രസയുടെ ഭാരവാഹികളാകും, പള്ളിയുടെ ഭാരവാഹികളാകും, ആളുകളൊക്കെ ആകും. പണ്ട് കഅബത്തിൻ്റെ ആളുകളായ അബൂജഹലിനെ പോലെ തന്നെ. പക്ഷേ അവർ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച ഒരു വസ്ത്രധാരണ രീതി അവർ നടത്തിയിരുന്നില്ല. അവർ ഇത്രക്കുള്ള ഒരു ജാക്കറ്റ് അഥവാ ഇതര മതവിഭാഗങ്ങൾ എങ്ങനെയാണോ അവിടുത്തെ സ്ത്രീകൾ അരയുടുപ്പും അവരുടെ ജാക്കറ്റും ധരിക്കുന്നത്, അതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിലെ പ്രമാണിമാർ ആദ്യകാലത്ത്. പക്ഷേ ഇന്നതിലൊക്കെ മാറ്റം വന്നു. പക്ഷേ എന്നിരുന്നാലും നഗ്നത കാണിക്കുക എന്നത് ഒരു അലങ്കാരമായി മാറിയിരിക്കുന്നു ശൈത്താന്. അതുകൊണ്ട് തന്നെ മുസ്ലിം നാമധാരികൾ മതത്തെക്കുറിച്ച് വാദോരാതെ പറയും, എനിക്ക് നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു, ഞാൻ അത് ചെയ്തു, ദിക്ർ ചെയ്തു, വരുമ്പോൾ വേണമെങ്കിൽ ഒരു തസ്ബീഹ് മാല കയ്യിൽ കരുതിയിട്ടുണ്ടാകും. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ വാക്കുകളല്ലാതെ ആ പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ അവരുടെ എല്ലാത്തിനും അത് കാണും. ഏതെങ്കിലും കുറച്ച് ഭാഗം അഫതൂമിനൂന ബിബഅദിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ചു സ്വീകരിച്ചു, കുറച്ചു ഭാഗത്തെ അവഗണിച്ചു. അങ്ങനെയുള്ള ആ ശപിക്കപ്പെട്ട സെമിറ്റിക് വിഭാഗമാണ് യഥാർത്ഥത്തിൽ
ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. എന്നതുപോലെയായി മാറിയിരിക്കുന്നു മുസ്ലിങ്ങൾ. അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അതുമാത്രം മതത്തിൽ നിന്ന് സ്വീകരിക്കും, അല്ലാത്തതിനൊക്കെ അവർ തള്ളിക്കളയും. പ്രധാനമായിട്ട് പറഞ്ഞാൽ സ്ത്രീ അവരുടെ ഗൂഹ്യഭാഗം അഥവാ നാണം നഷ്ടപ്പെടുക. അല്ലയാഹു സുഹുബത്തും മിനൽ ഈമാൻ. വിശ്വാസിക്ക് നാണം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാണമുണ്ടായിരിക്കണം. അവൾക്ക് എന്താ പറയുക, നഗ്നത കാണിച്ചുകൂടാ. അന്യപുരുഷൻ മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം അല്ലേ? ഞാൻ പലവട്ടം പറയാറുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജിബ്രീൽ എന്ന മലക്ക് വഹി വരുമ്പോൾ ഒന്നും തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം വിരിപ്പിലായിരിക്കെ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അങ്ങയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു മലക്കാണല്ലോ, ആ മലക്കിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് അതിന് പറഞ്ഞ മറുപടി എന്താണ്? ഇന്ന് അള്ളാഹു നിനക്ക് ജിബ്രീൽ വഴി സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ നിനക്ക് കാണുമായിരുന്നു. പക്ഷേ നിന്റെ മുടി ഇഴകളിൽ നിന്ന് ഒരെണ്ണം പുറത്തു കണ്ടതുകൊണ്ടാണ് ആ മലക്ക് നിന്നെ കാണാതെ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടേത് മാത്രമല്ല പുരുഷൻ്റേതായാലും ഗുഹ്യഭാഗങ്ങൾ എന്ന് പറയുന്നത് മറച്ചു വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആദം നബി തങ്ങളെ പുറത്താക്കിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന വേളയിൽ നഗ്നത നീങ്ങി അഥവാ വസ്ത്രം നീങ്ങി. നോക്കണം, വറക്കിൽ ജന്ന എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ഇലകൾ അഥവാ 3 ഇലകൾ ആദമും 5 ഇലകൾ ഹവ്വയും ധരിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ഖബറിലേക്ക് പോകുമ്പോഴും 3 വസ്ത്രം പുരുഷനും 5 വസ്ത്രം സ്ത്രീക്കുമുള്ളതാണ്. സത്യവിശ്വാസികളായ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് വലിയ മാതൃകയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതിൽ നാണം ഒട്ടുമില്ലാതെ, അശേഷം നാണമില്ലാതെ നോക്കണം. ടെസ്റ്റ് ട്യൂബ് കൊണ്ട് തൻ്റെ എന്താ പറയുക ഗർഭത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഈ 2 പേരും ഇത്ര പോയത്തക്കാരോ ഇത്ര തരം താന്നവരോ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചതുപോലെ മൃഗങ്ങളെക്കാൾ താഴെ നോക്കണം. നോക്കണം, ഹൃദയമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, മൃഗങ്ങളെക്കാൾ താഴെയുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് അത്ര തരം താഴ്ന്ന് പ്രവർത്തിച്ച് നോക്കൂ. അന്ന് ആഹ്ലാദത്തിൻ്റെതാണ്. ഇന്നിപ്പോൾ ആ കുട്ടി മരണപ്പെട്ടതിൽ നമ്മളും ദുഃഖിക്കുന്നു. ഞാൻ പറയുന്നത് മരണം ദുഃഖമാണ്. അതുകൊണ്ട് എല്ലാ മരണവും ദുഃഖമാണ്. ഏതെങ്കിലും മരണം ഇന്നാളുടെ അഥവാ മരണം ആഘോഷിക്കുന്നവർ എന്ന് പറയുന്നത് അത്ര അധപ്പതിച്ച ആളുകൾ മാത്രമാണ്. മനസ്സിലായോ? മരണം ദുഃഖമാണെന്ന് അള്ളാഹു അവൻ്റെ റസൂലും പറഞ്ഞിട്ടുള്ളതാണ്. എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് പരിശുദ്ധമായ റമദാനിൽ പോലും ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സുരക്ഷിതത്വമുണ്ടോ ആ കുഞ്ഞുങ്ങൾക്ക്, ആ വൃദ്ധർക്ക്, ആ ഗർഭിണികൾക്ക്? അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എത്രയെത്ര കുഞ്ഞുങ്ങൾ അഥവാ ഗർഭത്തിൽ നിന്ന് പോലും എന്തുമാത്രം വേദനാജനകമായ രീതിയിലാണ് ബൽക്കീസ് ബാനുവിനോടൊക്കെ അവിടുത്തെ ഫാസിസ്റ്റുകൾ ചെയ്തത് അല്ലേ? അതോടൊപ്പം തന്നെ സക്കിയ ജാഫരി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെ ഇല്ലാതാക്കി. അതുപോലെ ഒട്ടനേകം പാവങ്ങളായ ജുനൈദ് അതോടൊപ്പം തന്നെ ഇസ്ലാമിലേക്ക് വന്നു എന്ന കാരണത്താൽ എന്താ പറയുക ഫൈസൽ കൊടിഞ്ഞി തുടങ്ങി. അതുപോലെ എനിക്ക് അറിയാവുന്നതും അറിയാത്തതിലും അധികം എത്രയോ ആളുകൾ ഈ ഫാസിസ്റ്റുകളുടെ എന്താ പറയുക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇല്ലാതായി പോയിട്ടുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. അപ്പം മരണത്തിൻ്റെ വേദന സ്വാഭാവികമായിട്ടും ഇനി ഇന്നല്ലെങ്കിൽ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യുധിഷ്ഠിരനോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം ഏത് എന്ന ചോദ്യത്തിന് ആളുകൾ മരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ മരിക്കുകയില്ല ഇപ്പോൾ അടുത്തൊന്നും എന്ന ഒരു തോന്നലുണ്ടാവുക, അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് എന്നാണ് ആ യുധിഷ്ഠിരൻ അന്ന് അതിനും കൊടുത്ത മറുപടി. അഥവാ ധർമ്മപുത്രർ എന്ന് പഞ്ചപാണ്ഡവന്മാരിലെ ധർമ്മപുത്രർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വളരെ എങ്ങനെയൊക്കെയാണോ സന്തോഷം കിട്ടുക, എന്നിട്ട് അതിന് താഴെ വന്നിട്ട് മാഷാഹല്ല പറയുന്നവരും അൽഹംദുലില്ലാ പറയുന്നവരും അതുപോലെ തന്നെ സ്വർഗം കൊടുക്കട്ടെ എന്ന് പറയുന്നവരും അറിയാം. എന്താ അപ്പം നമ്മൾ പറഞ്ഞാലാണ്ട് കിട്ടുന്നതാണോ? വെറുതെ കിട്ടുന്നതല്ല സ്വർഗം. അമ്മസിബത്തുമ്മ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുകയില്ല. കുറച്ച് പണിയെടുക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളിൽ അതാണ് അമ്മസിബത്തുമ്മ തദ്ഖുലുൽ ജന്ന
വലമ്മാ യഹലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഹലമസ്സാബിരീൻ. ധാർമ്മികമായ പ്രവൃത്തി, ധാർമ്മികമായ സമരം, ക്ഷമ എന്ന് പറയേണ്ട അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതായ പ്രവൃത്തി കൊണ്ടല്ലാതെ, അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടല്ലാതെ സ്വർഗം ലഭിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ പരിശുദ്ധ റമദാനിൽ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ധാർമ്മിക ബോധമുള്ളവരാവുകയും ഈ പരിശുദ്ധ റമദാനിൽ 700ഉം 70ഉം 70,000ഉമായിട്ട് പ്രതിഫലം ലഭിക്കുന്ന ഈ മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിലാക്കി അവന് സ്വർഗം തന്ന് മരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.